ആയിട്ടും അത് മനസ്സിനെ ഒത്തിരി സ്വാധീനിക്കും ഈ ജുഡീഷ്യൽ ഓഫീസറിനെ. അങ്ങനെ വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതേ ഓഫീസർ ആ പ്രതിക്ക് ജാമ്യം വരുമ്പോൾ മൈൻഡ് ചേഞ്ചഡ് ആണ്. എങ്ങനെയായാലും നിർബന്ധമായിട്ടും അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് ജാമ്യാപേക്ഷ തള്ളാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടായിപ്പോവും. കുറ്റമല്ല, അതങ്ങനെ വരും. മനുഷ്യരല്ലേ ഇത് തീരുമാനിക്കുന്നത്. ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബോച്ചയും ഹണി റോസും തമ്മിലുള്ള വിഷയം വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടേണ്ടിയിരുന്ന ബോച്ചയ്ക്ക് 4 ദിവസമായിട്ടും ജാമ്യം കിട്ടാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി അത് പരിഗണിക്കുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളക്കരയിൽ മൊത്തം ഇങ്ങനെ ചർച്ചാ വിഷയവുമായി മാറിയിരിക്കുകയാണ് കുന്തി ദേവി എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ ഒരു വാക്കാണ് കേസിന് ആസ്പദമായിട്ട് നടന്നൊരു സംഭവം. അന്ന് അവിടെ നിന്ന് കൈപിടിച്ച് കറക്കിയെന്നൊക്കെ ഈ പറയുന്ന ഹണി റോസ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും, ഈ പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ പരാതിക്കാരി പറയുന്ന ഈ കാര്യങ്ങൾ വിട്ടിട്ട് പരാതിക്കാരി പിന്നെയും പോയി ഉദ്ഘാടനത്തിനൊക്കെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ കൂടെ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഇപ്പം വിഷയം മാറി ഈ രാഹുൽ ഈശ്വറിലേക്ക് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. രാഹുൽ ഈശ്വരാണ് ഇപ്പോൾ തെറ്റ് ചെയ്തിരിക്കുന്ന ആൾ എന്ന രീതിയിലേക്കാണ് വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഈ പറയുന്ന പ്രമുഖ നടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് നമുക്കും പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ മാർ മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത ഒരു നാടാണ്. ഇവിടെ ഇപ്പൊ മാർ തുറക്കാൻ വേണ്ടിയുള്ള സമരം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് അല്ലേ? ഇവിടെ മാന്യമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടാം, നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇടാവുന്നതാണ്. എന്നാൽ നിയമം അനുശാസിക്കുന്നതിനേക്കാട്ടിലും അപ്പുറത്ത് യൂറോപ്യൻ മോഡൽ കൾച്ചറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വാരി വിതറാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കമന്റ് ഇട്ട് തള്ളുന്നവര് ചുമ്മാതിട്ട് ഓരോരുത്തർ തള്ളുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ത് തോന്നുന്നത് പോലെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു മാധ്യമമൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല എങ്കിൽ അത് മനസ്സിലാക്കിയില്ല എങ്കിൽ ഇതുപോലെ കേസൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കാശുള്ളവര്, അതായത് ഹണി പവറിന്റെ മുമ്പിൽ മണി പവർ ഒന്നുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കുറച്ച് ദിവസം കൂടെ ഒക്കെ കഴിയുമ്പോൾ പുറത്തു വരും. അത് നമുക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ഹൈക്കോടതി ജഡ്ജായ കമാൽ പാഷ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് കേട്ടു നോക്കിയേ. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് തന്നെ, അതായത് ഒരു വിക്ടിമിന്റെ രഹസ്യമൊഴി, അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് തന്നെ അതിലെ പ്രതിയുടെ ജാമ്യം തീരുമാനിക്കുമ്പോൾ വളരെ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് അൺഫെയർ ആണ്. യഥാർത്ഥത്തിൽ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനസ്സ്, അതായത് ഈ രഹസ്യമൊഴി കേൾക്കുമ്പോൾ ഈ മനസ്സ്, ഒരു മനുഷ്യനാണല്ലോ ഇത് രേഖപ്പെടുത്തുന്നത്, ഈ മനസ്സ് എങ്ങനെയായാലും സ്വാധീനിക്കപ്പെടും. കാരണം ഈ വിക്ടിം പറയുന്ന അതിലെ ആ മൊഴി ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞു, ഇന്നത് ഇങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആ മനസ്സ് ഒരുപാട് സ്വാധീനിക്കപ്പെടും ആ കാര്യത്തിലേക്ക്. കാരണം ആ വിക്ടിം പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ആ മൊഴി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 164 നമ്മുടെ പഴയത്. അപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തി വരുമ്പോൾ ഈ നിർബന്ധമായിട്ടും അത് മനസ്സിനെ ഒത്തിരി സ്വാധീനിക്കും ഈ ജുഡീഷ്യൽ ഓഫീസറിനെ. അങ്ങനെ വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതേ ഓഫീസർ ആ പ്രതിക്ക് ജാമ്യം വരുമ്പോൾ മൈൻഡ് ചേഞ്ചഡ് ആണ്. എങ്ങനെയായാലും നിർബന്ധമായിട്ടും അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് ജാമ്യാപേക്ഷ തള്ളാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടായിപ്പോവും. കുറ്റമല്ല, അതങ്ങനെ വരും. മനുഷ്യരല്ലേ ഇത് തീരുമാനിക്കുന്നത്. ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിൽ ഈ കേസിലെ ആ പ്രതിഭാഗം ഉയർത്തിയ ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അത് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് അതൊന്നും കേൾക്കാതിരിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. അപ്പോൾ ഹൈക്കോടതി അത് ചെവിക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്നത് അതിൻ്റേതായ ആ രീതിയിൽ അതിൻ്റെ ആ യഥാർത്ഥത്തിൽ അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ജാമ്യാപേക്ഷ എടുക്കാവൂ എന്നൊന്നും നിയമത്തിലില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അതായത് അതാത് ദിവസം തന്നെ ജാമ്യം കൊടുക്കുന്നത് എത്രയോ കേസുണ്ട് എടുക്കാവുന്നത്. ഇത് അത് സുപ്രീം കോടതി പോലും ചെയ്തിട്ടില്ലേ? അതായത് സുപ്രീം കോടതി പോലും ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അതാത് ദിവസം തന്നെ ജാമ്യാപേക്ഷ കൊടുക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരന്റെ മാത്രം ഇങ്ങനെ 4 ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതിൽ ഒരു ദുരൂഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ രഹസ്യമൊഴിയെ കുറിച്ച് പറയുന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞു കേട്ടോ. ഈ രഹസ്യമൊഴി കൊടുക്കുമ്പോൾ ആ മൊഴി കേൾക്കുന്ന ആൾക്കുടെ മനസ്സ്
ഈ പറയുന്ന പരാതിക്കാരി ആരാണോ ഈ രഹസ്യമൊഴി കൊടുക്കുന്നത് അവരുമായിട്ട് ഒന്ന് അറ്റാച്ച് ആവും. അപ്പൊ അവർ പറയുന്നതാണല്ലോ ശരിയെന്ന് തോന്നുന്ന രീതിയിലേക്ക് വരികയും അതുമൂലം ഈ പറയുന്ന പരാതിക്കാരനെ റിമാൻഡിലേക്ക് വിടുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ കമാൽ പാഷ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടും കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യം ദ്വയാർത്ഥത്തോടു കൂടി ആണെങ്കിലും പുള്ളിക്കാരൻ എന്തുകൊണ്ട് ജാമ്യം കിട്ടുന്നില്ല, അതൊരു കാര്യം തന്നെയല്ലേ, അതൊരു ചോദ്യം തന്നെയല്ലേ. ഇവിടെ പറയുന്ന പരാതിക്കാരിക്ക് മുമ്പൊന്നും ഇല്ലാത്ത പരാതി ഇത്ര പെട്ടെന്ന് എവിടെ നീ ഒരു പരാതിയുമായി എത്തി എന്നുള്ള കാര്യവും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ബാക്കി കേൾക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ അർണാബ് ഗോസ്വാമിയുടെ കേസ് നമുക്കറിയാം. അത് സാധാരണ അവിടെ എത്ര ദിവസം വേണം വരാൻ, പക്ഷെ അത് അന്ന് തീരുമാനം എടുത്തില്ലേ എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരാൾക്ക് പണം ഉണ്ടായിപ്പോയി, അതുകൊണ്ട് അവൻ എന്നെ ജയിലിൽ കിടക്കണം എന്നുള്ളൊരു ധാരണ വരാൻ പാടില്ല. അത് തെറ്റാണ്. അവൻ കുറ്റം ചെയ്തിട്ടുണ്ട്, കുറ്റം ചെയ്താൽ അയാൾ കിടക്കണം, അത് പോട്ടെ. മാത്രമല്ല ഇൻവെസ്റ്റിഗേഷന് ഇയാളെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇയാൾ ഇപ്പൊ ഈ കേസിനകത്താണ് ഇയാളെ പറഞ്ഞേക്കുന്നതെല്ലാം എവിഡൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഇലക്ട്രോണിക് എവിഡൻസ് നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അതിന് ഇയാളുടെ സാന്നിധ്യമൊന്നും യഥാർത്ഥ ആവശ്യമില്ല. പിന്നെ ഉണ്ടെങ്കിൽ വേറെയൊക്കെ ഇതേപോലെ എടുത്തേക്കുന്നതുണ്ടെങ്കിൽ, ഇതേപോലുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ ക്രൈം രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇയാളെ അതിനകത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇയാൾക്ക് ഇത് ജാമ്യം കിട്ടിയാലും അയാളെ വീണ്ടും അതിനകത്താവും എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചെയ്യാവുന്ന കാര്യം ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ അതാണ്. അത് പറഞ്ഞത് ശരിയാണ്, തെറ്റൊന്നുമില്ല. ഒബ്സർവേഷൻ, അതായത് എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം ഇവിടെ പണമുള്ളവനും പാവപ്പെട്ടവനും ആരായാലും ശരി, ഇതെല്ലാം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇക്വാളിറ്റിയാണ്, തുല്യതയാണ്. ഒരു പ്രത്യേകത ജുഡീഷ്യറിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു മുൻതൂക്കം ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അത് ശരിയുമാണ്. പക്ഷേ അതല്ലല്ലോ ഇതിനകത്ത്. ഇത് മാത്രമല്ല നോക്കേണ്ടത്, അനാവശ്യമായിട്ട് ഒരാൾ ജയിലിൽ കിടക്കുന്നു ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതിപ്പോ ഇങ്ങനെയുള്ള കേസിന് 1-2 ദിവസം കിടന്ന് അത് പോരെ എന്ന് ആദ്യം ഒന്ന് തീരുമാനിക്കുക. പിന്നെ കാരണം ഇത് ചിലപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരുപാട് കേസുകളിലാണ്ടുണ്ട്. മനോരമ ചാനലിലെ 2 അവതാരികമാർ അവരെ ഇതേപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്. അവനെ ഒരുത്തനെ കെട്ടിപ്പിടിച്ചു, ജയിലിലിട്ടു. അത് കഴിഞ്ഞ് അവൻ കസ്റ്റഡിയിലായിരുന്നു, ഇറങ്ങി വന്നു, അവൻ വീണ്ടും അത് തന്നെ പറഞ്ഞു, ആക്ഷേപിച്ചു. അപ്പോൾ വീണ്ടും പരാതി കൊടുത്തു, അപ്പോൾ വീണ്ടും പിടിച്ചു, പിന്നെ ഇട്ടു, പിന്നെ ഇറങ്ങി വന്നപ്പോൾ പിന്നെയും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളും അലവരാതികളും സമൂഹത്തിൽ ഒത്തിരി എണ്ണം ഉണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. ഇനി ഇയാൾ വീണ്ടും ഇത് പറയത്തില്ല എന്നൊക്കെ ശ്രീ രാമപിള്ള ആർഗ്യമായിട്ട് പറയുന്നത് അത് എന്തോ ഉറപ്പിന്റെ പുറത്താന്ന് എനിക്ക് അറിഞ്ഞൂടാ ആർഗ്യത്. കാരണം ഒരു സുബുദ്ധിയുള്ള ഒരാൾ യഥാർത്ഥത്തിൽ ഇത് പറയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഉള്ള ഇതുപോലെ വിളിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദ്വയാർത്ഥം വരുന്ന വിധത്തിൽ ഒരുപാട് പേരെടുത്ത് സംസാരിക്കാറുണ്ട്. അയാളുടെ പ്രവൃത്തികളൊക്കെ അതിനകത്ത് അങ്ങനെ കണ്ടു. ഒരുപാട് വീഡിയോസ് നമുക്കിപ്പോൾ കാണാൻ കിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ കുറെ പുഴുക്കുത്തുകളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിയമമാണ് നമ്മൾ നോക്കേണ്ടത്. നിയമം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് നിയമമാണോ ശരിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ജഡ്ജിമാരെപ്പോഴും അത് കൺസിഡർ ചെയ്യണം. അല്ല നമുക്ക് അതിന്റെ വേറെ ന്യൂസിന്റെ പുറകെ ഒന്നും പോകാൻ പാടില്ല. മീഡിയ ഒരു ജഡ്ജിയെ ഒരു കാരണവശാലും അഫക്ട് ചെയ്യാനും പാടില്ല. മീഡിയയിലുള്ള വിവരങ്ങൾ അതും എടുത്ത് വെച്ചിട്ട് എന്റെ സ്വന്തമായ അറിവ് ഒരുപാട് കാണും. ആ സ്വന്തമായ അറിവ് ഇതിൽ പ്രയോഗിക്കാൻ പാടില്ല. എന്റെ കാരണം എന്താണെന്നറിയോ, സ്വന്തം കേസല്ല ഈ കൺസിഡർ ചെയ്യുന്നത്, വല്ലവന്റെ കേസാണ്. അത് ആദ്യം ആ തീരുമാനമാണ്. ഇവിടെ ഇദ്ദേഹം വ്യക്തമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മീഡിയയ്ക്കാണ് ഇതിന്റെ അകത്ത് വലിയൊരു പങ്ക്. അവർക്ക് വായി തോന്നുന്നതോ കോതയ്ക്കപാടെന്ന് വെച്ചങ്ങ് കാച്ചുകയാണ്. അവരെന്തായി പറഞ്ഞു വെക്കുന്നതെന്ന് അറിയത്തില്ല. ഇവർ ആരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണോ, ഇവർ സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണോ, അവർ ഡ്രസ്സ് ഇടുന്നത് അവരുടെ അവകാശമാണ്, അല്ലെങ്കിൽ അവർ അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് എന്ന രീതിയിലേക്കൊക്കെയാണ് മീഡിയക്കാർ ചർച്ച കൊണ്ടുപോയി എത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ മാന്യമായ വസ്ത്രം ധരിക്കാനുള്ളതാണ്, അത് നിയമം അനുശാസിക്കുന്ന വസ്ത്രം ധരിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് കേടായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പലരും ചോദിക്കും, പലരും കമന്റ് ഇടും. ഈ കമന്റ് ഒക്കെ ഇടുന്നവര് അവർക്ക് തോന്നുന്ന കാര്യമാണ് അവർ കമന്റ് ഇടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവർ കമന്റ് ഇടുന്നത്. പക്ഷെങ്കിൽ വായി തോന്നുന്നത് ചുമ്മാ ഏതൊക്കെയൊക്കെ പറഞ്ഞ് അവരുടെ വീട്ടുകാരെയും അതോടൊപ്പം തന്നെ വളരെ നെഗറ്റീവായ രീതിയിലൊക്കെ കമന്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെയാണ് നമുക്കും പ്രതികരണമുള്ളത്. അല്ലാതെ ബാക്കി ഒരു മനുഷ്യൻ ഇത് തെറ്റാണെന്ന് തോന്നുമ്പോൾ അവനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവനെ പിടിച്ച് ഉള്ളിലിടുക, അതൊക്കെ ഒരു ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ രാഹുൽ ഈശ്വർ ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഈ പറയുന്ന പരാതിക്കാരി രാഹുൽ ഈശ്വറിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിനെതിരെ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇവിടെ ഹണി റോസും ബോച്ചയും തമ്മിലായിരുന്നു ഇതുവരെ വിഷയം. എന്നാൽ ആ ഒരു വിഷയം മാറി ഇപ്പോൾ രാഹുൽ ഈശ്വരും ഹണി റോസും തമ്മിലായി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഈ ഒരു വിഷയം എന്തായാലും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയാണ്. മെയിൻ മീഡിയകളിലൊക്കെ ഇത് മാത്രമേ ഉള്ളൂ ചർച്ച. ബോച്ചെ, അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ, ഹണി റോസ്, ഇതാണ് ഇപ്പോഴത്തെ ചർച്ചയായിട്ട് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇനി എന്തൊക്കെ ആയി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ.